നമസ്കാരം. ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ യുവതി വിഭജിക മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്തൃ വീട്ടുകാരുടെ കൊടിയ പീഡനമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. ഭർത്താവിനും ഭർത്തൃ സഹോദരിക്കുമെതിരെ മാത്രമല്ല, ഭർത്താവിന്റെ അച്ഛനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിലുണ്ടായിരുന്നത്. കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിഭജിക മണിയെയും മകൾ വൈഭവിയെയും ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ അച്ഛൻ മോശമായി പെരുമാറിയെന്ന് ഭർത്താവ് നിതീഷിനോട് പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടില്ലെന്ന് കുറിപ്പിൽ പറയുന്നു. തന്നെ കല്യാണം ചെയ്ത് അയാൾ കൂടി വേണ്ടിയാണെന്നും ഭർത്താവ് പറഞ്ഞതായി കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വിഭജികയുടെ മരണത്തിന് പിന്നാലെ ഗാർഹിക സ്ത്രീധന പീഡനം എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ഭർത്താവ് വൈകൃതമുള്ള മനുഷ്യനാണ്. കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതുപോലെ ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് ക്യാഷ് ഉള്ളവരാണ്. എന്നിട്ടും എൻ്റെ സാലറിക്കായി എന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മുടി വരെ വെട്ടാൻ അവരാണ് കാരണം. സ്വന്തം അമ്മായിയപ്പൻ മോശമായി പെരുമാറിയതുവരെ ഞാൻ സഹിച്ചു. എന്നാൽ സ്വന്തം ഭാര്യ കൂടെ കിടക്കുന്നതിനെ പറ്റി വരെ മറ്റൊരു പെണ്ണിനോട് നിതീഷ് ഷെയർ ചെയ്തു. എൻ്റെ ലോക്കറിൻ്റെ താക്കോൽ നിതീഷിൻ്റെ അച്ഛൻ്റെ കൈവശമായിരുന്നു. അത് തിരികെ വാങ്ങിയതാണ് വൈരാഗ്യത്തിൻ്റെ കാരണങ്ങളിലൊന്ന്. ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കായിരുന്നു. കല്യാണം ആഡംബരമായി നടത്തിയിട്ടില്ല. സ്ത്രീധനം കുറവാണ്. കാറ് കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്തു. അതൊക്കെ ഞാൻ സഹിച്ചു. വീടും പണവും ഇല്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. അതെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. മരിക്കാൻ ഒരു ആഗ്രഹവുമില്ലെന്നും കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയും മകൾ വൈഭവിയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം നാൽക്കവല സ്വദേശിയാണ് നിതീഷ്. 7 വർഷമായി വിഭജിക യുഎയിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുൻപായിരുന്നു വിവാഹം. ഷാർജ അൽ നഹദയിലെ താമസ സ്ഥലത്താണ് വിഭജികയും കുട്ടിയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്നതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ശബ്ദ സന്ദേശം കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ ഇവരുടെ വാക്ക് കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ തൻ്റെ വായിൽ കുത്തിക്കയറ്റി. ഗർഭിണിയായിരുന്നപ്പോൾ അവളും പേര് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടടിച്ചു. ഒരിക്കലും ആ സ്ത്രീ തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് വിഭജിക പറയുന്നു. ഗർഭിണിയായി 7-ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന് കത്തിൽ വിഭജിക പറയുന്നുണ്ട്. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും, എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിക്കുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും യുവതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് മനോജ് പള്ളിമണ്ണും വ്യക്തമാക്കിയിരുന്നു. ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണെന്ന് പറയും. 7 മാസം ഗർഭിണിയായിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുഞ്ഞിന് വേണ്ടിയെല്ലാം ക്ഷമിച്ചു. ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. ഒരുപാട് കാശുള്ളവരാണ്. എന്നിട്ടും തൻ്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചു. എല്ലാവർക്കും എല്ലാം അറിയണം. ഈ ലോകം പണമുള്ളവരുടെ കൂടെയാണ്. ഉപദ്രവിച്ചതിന് ശേഷം കുഞ്ഞിനെയും തന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ സ്വർണം കൈക്കലാക്കിയെന്നും ആരോപണമാണ്. എൻ്റെ സ്വർണം കൈക്കലാക്കാൻ സാധിച്ചില്ല. പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. അതിന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിയാത്തതാണ് നല്ലതെന്നും മരിക്കാൻ ഒരു ആഗ്രഹവുമില്ലെന്നും കുഞ്ഞിൻ്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ട് വന്നുപെട്ടത് ഇങ്ങനൊരു വീട്ടിലാണ്. 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. 3 പേരും വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. സഹിക്കുക തന്നെ, അല്ലാതെ എന്താണ് ചെയ്യുക. 7 മാസത്തിനു ശേഷമാണ് തൻ്റെ കൂടെ കിടന്നത്. മദ്യപിച്ചിരുന്നുവെന്നും അബദ്ധം പറ്റിയതാണെന്നും പിറ്റേ ദിവസം പറഞ്ഞു. അത്രയ്ക്കും തരം താഴ്ന്നു പോയെന്നും വിഭജിക പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു.